കൈവിട്ട് പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ പുറകെ പിന്നെ പോയിട്ട് കാര്യമില്ല. അതിൽ നമുക്കൊരു സ്കോപ്പും ഇല്ലാന്ന് തോന്നുന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ അതിന്റെ പിറകെ പോയിട്ടൊരു കാര്യമില്ല. നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്നെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സാധനമാണെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് അന്വേഷിക്കും, കണ്ടുപിടിക്കാൻ നോക്കും. കിട്ടില്ല എന്ന് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമുക്കത് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകുന്നതിനിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ അതിന് നമുക്ക് പിന്നെ വേറെ ഒന്നും കിട്ടാനില്ല. ഒരു ഓട്ടോറിക്ഷ ഇതിൽ കൂടെ പോടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ വീഡിയോ പറഞ്ഞില്ലേ, ഞങ്ങൾ വർത്താനം പറയുന്നു. ചിരിക്കാനല്ല വർത്താനം. ചെക്കൻ എന്തിങ്ങനെ പോണ്? പിന്നെ ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇവനെന്ത് മാനത്തൂക്കിയിരിക്കുന്നേടാ? ക്യാമറ എവിടെയാടാ? സ്വാഗതം പറഞ്ഞേ. സ്വാഗതം. ഞങ്ങളിന്ന് മുടിയൊക്കെ വെട്ടിയിട്ടേ സുന്ദരനായോ നോക്കിയേ. ചുമന്നാ സുന്ദരനായതൊന്ന് കാണിച്ചു കൊടുത്ത. ശരിക്കിരുന്നേ, ഇങ്ങനെ വളഞ്ഞു കൂത്തിയൊന്നും ഇരിക്കല്ലേ, ശരിക്കിരിക്കേ. ഞാൻ പിടിക്കുന്നുണ്ടെന്നുള്ള ധൈര്യമാണ്. അതന്നെ, അങ്ങനെ ഇരിക്കേ. ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണൻ്റെ ലീലാവിലാസങ്ങളൊക്കെ കാണാം. വണ്ടികൾ പോകുമ്പോൾ തല പൊക്കുന്നതാണ്, കിളികൾ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കുന്നതാണ് അല്ലേ അണ്ണാ? നാളെ ഞങ്ങളുടെ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു. പാമ്പ് വന്നവിടെ നിന്നിട്ട് ഓടുന്നതാണ് അല്ലേ? ഞങ്ങളിനി പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ണന് ഞാനും കൂടെ പറമ്പിൽ പോയിരുന്ന് വീഡിയോ എടുക്കും, പാടത്ത് പോയിരുന്ന് വീഡിയോ എടുക്കും. ലാസ്റ്റ് അമ്മേനെ ഉളമ്പാറയിൽ കൊണ്ടുവന്നിടും. ആ പെണ്ണിന് നട്ടുച്ചയ്ക്കൊക്കെ പാടത്തും പറമ്പിലും വന്നിരുന്ന് വീഡിയോ എടുത്ത് പ്രാന്തായേ എന്ന് പറയും. അല്ലേ? നോക്കടോ, എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റണില്ല കേട്ടോ. പുറത്തിരിക്കുന്നത് കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇതിക്കൂടെയൊക്കെ പോകുന്നവർ കൂടെ ക്യാമറ ഓണാണ്, ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് വർത്താനം പറയുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ആളുകൾ വിചാരിക്കും ദേ അവിടെ താമസിക്കുന്ന ആ കണ്ണൻ്റെ അമ്മയുണ്ടല്ലോ, ഒരു നട്ടുച്ചയ്ക്ക് ആകുമ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്ന് തന്നെ വർത്താനം പറയുന്നത് കേൾക്കാന്നൊക്കെ ചിലപ്പോൾ പറയേ അല്ലേ കണ്ണ? ഞാൻ കടാവിലും പിടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവ പരിപാടി. ഇത് കാക്ക പോയി നോക്ക്, കാക്കേനെ നോക്ക്. തേടാ കാക്ക പോണു. ഇതിക്കൂടെ കാക്ക പോവും, എയറോപ്ലെയിനൊക്കെ പോട്ടാ. നമുക്ക് എയറോപ്ലെയിനിൽ കയറണമെങ്കിലേ നമ്മൾ വിളിച്ച് പറയാം അതിലത്തെ പൈലറ്റിനോട്, ഒരു കയറിട്ടിട്ടായോ ഞാൻ കാണണേ ഒരു ബക്കറ്റിലെടുത്തിട്ട് വിടാന്ന് പറയാം. കാണാൻ ഒരു ബക്കറ്റിലെടുത്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ പൊക്കി എടുത്തോളൂ. അങ്ങനെ എയറോപ്ലെയിനിലും കയറാം. ആണാ കള്ളദൃഷ്ടി കണ്ണ അങ്ങനെ നോക്കണ്. കുടിക്കും മടിയില്ലേ. അപ്പേ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നേടാ, കുറച്ച് ദിവസങ്ങളായി തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ വന്നതാ അല്ലേ? കാറെടുത്ത് പോയാലോ? അപ്പേ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. കുറേ പേർക്ക് സംശയമുണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നില്ലേന്ന്. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ണനിപ്പോൾ ഒരിത്തിരി പ്രശ്നമായി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നതേ, കണ്ണൻ്റെ പല്ല് ഒരു ചെറിയ പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട്. എവിടെയാണെന്നറിയോ? ഇവിടെ ഒരു പല്ല് ഇളകി നിൽക്കുന്നുണ്ട്. ആ പല്ലിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പല്ല്, ആ പല്ല് ശരിക്കും പറഞ്ഞു പോകേണ്ടതാണ്, പക്ഷേ ഇളകിയിട്ടേ ഉള്ളൂ, അത് പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറക്കേണ്ടി വരും തോന്നുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ പല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇളക്കമുള്ളത് തന്നെ വേഗം എടുക്കാൻ തോന്നുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. ആ പല്ലിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ. ആ ഒരു അണപ്പല്ല് പോലത്തെ പല്ലാണ്, അതിൻ്റെ വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുതിയ പല്ല് വന്നേക്കാം. അപ്പോൾ ഈ പല്ല് തടസ്സം കാരണം മറ്റേ പല്ലിന് ശരിക്കും വരാനായിട്ടും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് എടുത്താലോ എന്ന് കരുതി. പക്ഷെ ഒറ്റപ്പല്ലായിട്ടല്ല അത്. അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ഭാഗം, അപ്പുറത്ത് കുറച്ച് ഭാഗം, അതിലിങ്ങനെ കേടായിട്ട് പോയിട്ടുള്ള ഒരു സൈഡിലൊരു ഗ്യാപ്പിൽ കൂടെയാണ് ഈ പുതിയ പല്ല് മുളച്ച് വന്നേക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾക്കൊന്ന് മെഡിക്കൽ കോളേജ് വരെ ടൂർ പോകേണ്ടി വരും അല്ലേ? മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാമ്മമാരും ആൻറ്റിമാരെയൊക്കെ ഒന്ന് പോയി കണ്ട് വിശേഷങ്ങൾ പറയേണ്ടി വരും. ഓണാടാ
അപ്പോൾ ഈ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് പല്ലിൻ്റെ കേസൊക്കെ. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾക്ക് അറിയാം അല്ലേ, നമുക്ക് അടുത്ത് തന്നെ ഒരു കുട്ടി ഈ പല്ലിൻ്റെ സർജറി കൊണ്ട് മരണപ്പെട്ടൊരു കഥയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തിയൊരു സംഭവമായിരുന്നു കാണുന്നത് പല്ലിൻ്റെ കേസ് എന്ന് പറയുന്നത്. അവൻ അന്ന് വയ്യാണ്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫിക്സ് ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം അഡ്മിറ്റായി ആ മരുന്നുകളൊക്കെ എടുത്ത് പിന്നെ റെഗുലറായിട്ട് മരുന്നൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മളങ്ങനെ പെടുത്തിയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് പല്ലിൻ്റെ കേസായിരുന്നു. പിന്നെ കാലിൻ്റെ സർജറി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പല്ലിൻ്റെ കേസ് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ പകച്ചു നിന്ന് പോയൊരു സമയമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ CP കുട്ടികളുടെയൊക്കെ പല്ലിൻ്റെ കേസ് എന്ന് പറയുമ്പോഴേ ഈ ഫിക്സിൻ്റെ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ പല്ലുകൾ ആ മെഡിസിന് ഭയങ്കര വീര്യം കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോകാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുണ്ട് ഈ ഫിക്സിൻ്റെ മരുന്നെടുക്കുന്ന കുട്ടികൾക്ക്. അവിടുത്തെ വീട്ടിലെ ചേട്ടനിധി കൂടെ പോയപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാണ്ടിങ്ങനെ കളിയാക്കിയതൊക്കെ ഉണ്ട്. ഞാനതങ്ങോട്ട് നോക്കാണ്ടിരുന്ന മാമൻ, അല്ലെങ്കിൽ ആ മാമൻ ഇങ്ങോട്ട് നോക്കുമ്പോഴേ ക്യാമറയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കും. എനിക്ക് മനസ്സിലായില്ല കാര്യം കൊടുത്ത് കിട്ടില്ലേ. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു തന്നേടാ പല്ലിൻ്റെ കാര്യമല്ലേ. അപ്പോൾ പോരാത്തത്തിന് ഇവർക്കെന്ന് പറയുമ്പോഴേ ഞാൻ നിവർന്നിരിക്കട്ടെ, ഈ കുഞ്ഞുകൂടി ഇരിക്കലാണ് എനിക്ക് പ്രശ്നം. അടുത്ത വണ്ടി നീ എന്താണ് കളിയൊക്കെ ഈ 800 ഇന്നലും വന്ന് വളച്ചു പോണ്ടായില്ല അവിടെ നിന്ന് കണ്ണാ. നല്ല ലൈനാണാടാ, നിന്നെ കാണാൻ വരുന്നതാണാടാ പെണ്ണ്. അവേ ഇവര് ഇങ്ങനത്തെ CP കുട്ടികൾക്ക്, ഇപ്പോൾ ഓട്ടിസം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടാവും. പക്ഷെ CP കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർ വായൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഈ പല്ല് കേടാവാനുള്ള ചാൻസ്. ഇപ്പോൾ മിക്ക കുട്ടികൾക്കും വയ്യാത്ത കുഞ്ഞുങ്ങളുടെ പല്ലുകൾ നോക്കിക്കോ ഭയങ്കര പ്രശ്നമായിരിക്കും അവരുടെ. അല്ലെങ്കിൽ പിന്നെ അത്രയും അധികം സൂക്ഷിക്കണം. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഈ മെഡിസിൻ്റെ കാര്യം അറിയാമെങ്കിലും ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴും ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ക്ലീൻ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞാനും ചെയ്തിരുന്നില്ല. നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട്. രാവിലെ വൈകിട്ട് പല്ല് തേപ്പിക്കും എന്നല്ലാതെ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴും ക്ലീൻ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പല്ലിൻ്റെ വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴും പല്ലിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ആയി നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ പല്ലുകൾക്കൊന്നും വേറെ പ്രശ്നങ്ങളില്ല. അപ്പം അങ്ങനെ നമ്മൾ പല്ല് കെയർ ചെയ്താൽ മാത്രമാണ് ഇനിയുള്ള പല്ല് എങ്കിലും നല്ല രീതിയിൽ ആവുള്ളൂ. പേരിങ്ങനെയാണ് അമ്മമാർക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഉണ്ണികളുടെ പല്ലിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്, വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മുഴുവൻ പല്ലും എടുത്ത് കളയണമെന്നാണ് പറയുള്ളൂ. കാരണം ഇവരുടെ മിക്ക പല്ല് ഇവിടെ ഇരിക്കട്ടെ, അതെന്താ വിളിച്ച് പറഞ്ഞു പോണതാ. അവരുടെ മിക്ക പല്ലുകൾക്കും കേടുണ്ടാവും. അപ്പം എല്ലാ പല്ലുകളും എടുത്ത് കളയേണ്ടി വരും. അപ്പം എല്ലാ പല്ലുകളും എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാൻ തന്നെ വേണ്ടി വരും. അനസ്തേഷ്യ കൊടുത്താൽ മാത്രമായിരിക്കും എല്ലാ പല്ലുകളും എടുത്ത് കളയാനായിട്ട് പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷിയാണെങ്കിലും നമ്മുടെ സാധാരണ ആളുകളുടെ ഒരു ഹെൽത്ത് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനസ്തേഷ്യ അവർക്ക് റിസ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണ് ആ കുഞ്ഞെന്ന് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അമൃതയിൽ ഞങ്ങൾ കൊണ്ടുപോയി അവർ തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞു അനസ്തേഷ്യ റിസ്ക്കാണ്, പക്ഷെ പല്ല് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പല്ല് ഇങ്ങനെ കേടുവരുന്ന ഇൻഫെക്ഷനായി ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ ബ്രെയിനിൽ വന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇൻഫെക്ഷൻ ഇങ്ങനെ പല്ലിൽ നിന്നും തലയിലേക്ക് ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങൾ കൂടി വരികയുള്ളൂ. അപ്പോൾ അത് എടുത്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ സർജറി എന്ന് പറയുമ്പോൾ ഈ അനസ്തേഷ്യ അതിലും വലിയ റിസ്ക്കുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കാര്യം പല്ലെടുക്കും വേണം, അനസ്തേഷ്യ കൊടുക്കേണ്ട അവർക്ക് എടുക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ശരിക്കും പെട്ട പോലെ അങ്ങനെ ജീവിതത്തിൽ ചെന്നപ്പോഴും അവർ തന്നെയാണ് പറയുന്നത് മുഴുവൻ പല്ലെടുത്ത് കളയണം. കുറേ പല്ലുകളാണ് 10-15 പല്ലൊക്കെ പറഞ്ഞായിരുന്നു, ഇത്രയും കേടുകളുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അനസ്തേഷ്യ കൊടുക്കല്ലാണ്ട് അവർക്ക് വേറെ നിവർത്തിയില്ല. ഒരു തരിപ്പിച്ചിട്ട് എടുക്കുന്നതിനൊക്കെ ഒരു മിനിമം ഇതുണ്ട്, ഇത്ര എണ്ണ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മളെ മുൾമുനയിൽ നിർത്തിയ ഒരു സമയമായിരുന്നു അത്. പക്ഷേ നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അപ്പം ഞങ്ങൾ ചെറിയ ഹോസ്പിറ്റലുകളിലും അന്വേഷിച്ചു. അപ്പോൾ അവർക്കും പേടി,
ഈ എന്താ പറയുക, ഇവർക്ക് എന്ന് പറഞ്ഞാൽ തുപ്പാൻ അറിയില്ല, ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ അത് കുറേയൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ വേറെയുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയ സമയത്താണ് അവിടുത്തെ ഡെന്റലിൽ ഒന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമുള്ള പല്ലുകൾ, ഏറ്റവും പ്രശ്നമുള്ളതായിട്ട് നമുക്കിങ്ങനെ സ്റ്റെപ്പുകളായിട്ട് ധരിപ്പിച്ചിട്ട് തന്നെ എടുക്കല്ല, അത് അനസ്തേഷ്യൊക്കെ റിസ്ക് തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും പ്രശ്നമുള്ള പല്ല് അടുത്തടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ച് ധരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള 1-2 പല്ലൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ 2-3 ട്രിപ്പായിട്ട് പ്രശ്നമുള്ള കുറച്ച് പല്ലുകളായിട്ട് ഇങ്ങനെ എടുത്ത് കളയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണച്ചിരിക്കുന്നത് വേറെ ഒന്നല്ല, അതിപ്പടിയൊക്കെ വണ്ടികൾ പോകുമ്പോഴേ ആൾക്ക് തമാശ തോന്നുന്നുണ്ടല്ലേ കാരണം അതല്ലേ ഇത് ചിരിക്കണേ. അത് ശിവാനിനെ കൊണ്ടുവന്നതാ, ശിവാനിയുടെ അച്ഛൻ അംഗനവാടിയിൽ നിന്ന്. അംഗനവാടിയിൽ നിന്ന് വരേണ്ട സമയമൊക്കെ ആയിന്ന്. കണ്ണന് സ്കൂളിൽ പോകുന്നില്ലേ? കണ്ണ സ്കൂളിൽ പോകുന്നുണ്ടാ? അംഗനവാടിയിൽ പോകുന്നുണ്ടാ? അംഗനവാടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാറായിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കാണാൻ്റെ പല്ലിൻ്റെ ഒരവസ്ഥ. അപ്പോൾ കുറേ പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഹോസ്പിറ്റലുകൾ തേടി പോകുന്നതിനേക്കാളും നല്ലത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാതെ ചെറിയ രീതിയിൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും. ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാം എടുക്കാൻ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് ഇപ്പോൾ കണ്ടില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത് എന്നിട്ടാണെന്നറിയോ, അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഉണരും എന്ന് പറയാൻ പറ്റില്ല. ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് ആക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടെ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എത്ര ദിവസം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മളെടുത്ത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് സർജറി വേണ്ടാന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വരികയായിരുന്നു. അപ്പോൾ പല്ലിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മമാർക്കായുള്ള ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ ഇവിടെ ഇപ്പം ഈ പല്ലിൻ്റെ വിഷയം എടുത്ത് പറയാനായിട്ട് കാരണം. അല്ല കണ്ണ വേറെന്തിട്ടാ പറയണമെന്ന് വിചാരിച്ചേ? പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഇന്നാൾ കയറിയൊന്ന് നോക്കിയിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറില്ല, കാരണം നമ്മുടെ കൈവിട്ട് പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ പുറകെ പിന്നെ പോയിട്ട് കാര്യമില്ല. അതിൽ നമുക്കൊരു സ്കോപ്പും ഇല്ലാന്ന് തോന്നുന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ അതിൻ്റെ പിറകെ പോയിട്ടൊരു കാര്യമില്ല. നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സാധനമാണെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് അന്വേഷിക്കും, കണ്ടുപിടിക്കാൻ നോക്കും. കിട്ടില്ല എന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമുക്കത് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നതിനിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ അതിന് നമുക്ക് പിന്നെ വേറെ ഒന്നും കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടതാണ്. നമ്മൾ കുറേ ട്രൈ ചെയ്തു, നമുക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല അത് കിട്ടാനായിട്ട്. പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ജസ്റ്റ് ആ പേജ് ഒന്ന് എടുത്ത് നോക്കിയപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ അവരെന്തിനാ നമ്മളെ ഹാക്ക് ചെയ്ത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സംശയമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മളറിയുന്നവർ തന്നെയാണ് നമ്മളെ, അവർക്ക് അതിൽ നിന്നൊന്നും നേടാനല്ല കാര്യം. ശരിക്കും ഇപ്പോൾ ഹാക്കേഴ്സൊക്കെ കാര്യങ്ങൾ ഒരു പേജാണെങ്കിലും ചാനലാണെങ്കിലും ഒക്കെ ഹാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിൽ നിൽക്കുന്ന ഒരു ചാനൽ ഹാക്ക് ചെയ്ത് അതിൽ നിന്ന് അവർ ഏണിങ്സ് ഉണ്ടാക്കാനാണ് അവരത് ഹാക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ കാര്യത്തിൽ അവർക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനൊന്നുമല്ല അവർ ഹാക്ക് ചെയ്തത്. നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുക, നമുക്ക് അത്ര വരെ എത്തിയതൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്കുക, അവർക്കും വേണ്ട നമുക്കും വേണ്ട എന്ന് പറയണ ഒരു ലെവലിലേക്ക് എത്തിച്ച് നിർത്തുക, അത്രമാത്രം അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ആ പേജ് എടുത്ത് നോക്കുമ്പോഴേ അതിൽ ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ല. അതിലിട്ടിരിക്കുന്ന പോസ്റ്റുകൾ മുഴുവൻ, ഫോട്ടോസ് മുഴുവൻ, പേരിൽ വ്യത്യാസം, ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ലാത്ത രീതിയിൽ അതവിടെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മളത് ഉപയോഗിക്കരുത്, നമുക്കതിൽ നിന്നൊന്നും ഉണ്ടാവരുത്. അത്രമാത്രമേ ഈ ഹാക്ക് ചെയ്തത് ആരാണെങ്കിലും അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരത് അവരുടെ വീഡിയോസ് ഇട്ടിട്ടാണെങ്കിലും, ഇപ്പോൾ നമ്മളുടെ തന്നെ വീഡിയോസുകളാണെങ്കിലും എടുത്തിട്ടിട്ട് അത് റീച്ച് കൂട്ടി അതിൽ നിന്ന് അവർ ഏണിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അത് ശരിക്കുമുള്ള ഹാക്കേഴ്സാണ്. അവരതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വരുമാനം അവരുണ്ടാക്കാൻ വേണ്ടി ഹാക്ക് ചെയ്തതാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് വെറുതെ നമ്മളെ ഒന്ന് നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ളതിൽ എന്തോ ഒരു പ്രതികാരം ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആരോ ചെയ്തൊരു ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. സമയം വെറുതെ നഷ്ടപ്പെടുന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ലാഭമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ
എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോഴേ നിങ്ങളും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ടാവായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മല്ലുമോം ബൈ സ്വാതി എന്നാണ് നമ്മളുടെ ചാനലും ഇൻസ്റ്റയുടെയും പേര്. FBൻ്റെ പേരെന്ന് പറയുന്നത് മല്ലുമോം വിത്ത് കണ്ണൻ എന്നാണ് കേട്ടോ. അപ്പോൾ ആ പേജ് ഇപ്പോൾ നമ്മളന്ന് ഇത് ഹാക്ക് ചെയ്ത പഴയ പേജ് ഹാക്ക് ചെയ്ത സമയത്ത് ഒരു 14K ഒക്കെ ആയിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഒരു 7.5K ഒക്കെ എത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ പുതിയത്. അതൊക്കെ നമ്മൾ എത്തും അല്ലേ. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടേ അതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ നടന്നിട്ടും അല്ലെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുന്നതിലാണ് നമ്മൾ വിജയം ഇരിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമം, നമ്മൾ അത്രയും അമൂല്യമായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും, ശരിക്കും തകർന്നു പോകുന്നുള്ള ഒരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു എന്താ പറയുക സമയപരിധി ഉണ്ട്. ആ സമയപരിധി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കയറി വരും. പിന്നെ നമ്മൾ ചിന്തിക്കുക നെക്സ്റ്റ് എന്ത്, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, എനിക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ട് പോയാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കും അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ നോക്കും. പക്ഷേ നമുക്ക് പിന്നെ ഒരു രക്ഷയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അത് വിടല്ലേ നിവർത്തിയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വിട്ടു. നമ്മുടെ പുതിയതെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടീനെ ഒരു ആൻറ്റി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി എന്നിട്ട് കൊണ്ടുവന്നേ കണ്ണന് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ. ഒരക്കീമ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണന് കഴിക്കാൻ പറ്റില്ല, കണ്ണന് പല്ല് പ്രശ്നമായിട്ടിരിക്കല്ലേ, കണ്ണന് കഴിക്കാൻ പറ്റില്ല. വാ കണ്ണപ്പോൾ അക്കീമൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കും ഇവിടെ. അവിടെ ഹിന്ദി മാമന്മാരുണ്ടാ, അല്ലെങ്കിൽ ഒരു മാമനെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു വർത്താനം പറയാൻ, കണ്ണനെ ഹിന്ദി പഠിപ്പിക്കാൻ. വാ വാ വിളിച്ചേ, വാ 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 വാ. അയ്യോ അയ്യോ, അവിടെ പശു മാത്രമേ ഉള്ളൂ, ഇപ്പോൾ മാമന്മാരൊന്നുമില്ല. നമുക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നിർത്താം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണൻ വണ്ടികൾ കണ്ടിട്ട് വലിയ സർക്കസ് കാണിക്കും, കിളികൾ പോകുമ്പോൾ കിളീനെ വിളിക്കും, ആകാശത്തേക്ക് നോക്കി എന്തോ പാട്ട് പാടിത്തരാം, അമ്പിളിയമ്മാവിൻ്റെ പാട്ടൊക്കെ പാടിത്തരാം എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നതാ. നട്ടുച്ചയ്ക്ക് അമ്പിളിയമ്മാവിനൊന്നും കാണാനില്ല, എന്നാലും ഇവിടെ മേഘങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറയാം. എന്ന് പറഞ്ഞേ വിളിച്ചു നോക്കാം, അമ്പിളിയമ്മാവൻ വരാണെങ്കിലോ വിളിച്ചേക്ക്. അമ്പിളിയമ്മാവ താമരക്കുമ്പിളിയിൽ എന്തുണ്ട് പാടിയേ. അടുത്ത വീഡിയോയിൽ കണ്ണൻ വന്നിട്ട് പാട്ട് പാടുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായതാ. അവർ നമ്മളെ കല്ലെറിയും, വേഗം പഠിക്കുമോ. കാരണം പാട്ട് പാടും കാരണം അമ്മേന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞതാ ഞാൻ. ഇവർ നമ്മളിപ്പോൾ കല്ലെറിയൂടാ. യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു കമൻറ്റിൽ ഓരോ കല്ലുകൾ ഇങ്ങനെ കാണാം. ഈ അമ്മയും വന്നിരുന്നോണോ പറയുകയാണെ ഈ ചക്കം മിണ്ടണമൊന്നുമില്ല എന്നൊക്കെ പറയാം ആളുകൾ. ഒന്ന് പറഞ്ഞു നോക്കിയൊക്കെ വേണമെങ്കിൽ. ഇനി കണ്ണൻ്റെ കൂടെ കേട്ടോ. എൻ്റെ വർത്താനമൊക്കെ കഴിഞ്ഞു. അടുത്തത് കണ്ണൻകുട്ടി സംസാരിക്കുന്നതായിരിക്കും. മൈക്കുന്ന എന്നാ മൈക്കുന്ന പറയ്. പറയ് മൈക്കുന്ന കോലുമിട്ടത് ഭാഷയൊക്കെ മനസ്സിലാവണല്ലേ? മലയാളാ ഹിന്ദി പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പൊ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഹിന്ദി കുറച്ചും കൂടെ മൈക്കുണ്ട് പറഞ്ഞു, മൈക്കാണ് പറഞ്ഞു. എല്ലാരും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരു ഓട്ടോറിക്ഷ ദേവി കൂടെ പോടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ ഞങ്ങൾ വർത്താനം പറയുന്നു. പിന്നെന്തിട്ടാടാ അപ്പുറത്തെ വീട്ടിലതേ കൊപ്പക്കായ അല്ലേ? പിന്നെന്തിട്ടാ ഞങ്ങളുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് സ്റ്റാർ എടുത്തിട്ടില്ലേ, അത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എടുത്തത് ഇവിടെ നല്ല വെയിലായിരുന്നു, ഇപ്പൊ നല്ല തണല് വന്നിട്ടുണ്ട്. അടുത്ത വണ്ടി വരുന്നുണ്ട്. ചിരിക്കാനല്ല വർത്താനം. ചെക്കനെന്താ ഇങ്ങനെ പോണ്?
പിന്നെ ബാക്കി പറയും. അമ്മ എന്നൊന്ന് പറഞ്ഞേ. അമ്മ 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 അന്ത അറബിക്കടലോരോ അന്ത അഴകി പാട്ട് പാട് കേക്ക്. അപ്പം അമ്മ എന്നും പഠിക്കാം, അമ്മ എന്നും പഠിക്കാം. അമ്മ 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 പാടേ. പാടൂല. അതവിടെ ആരായിട്ട് ഫോൺ ചെയ്യുന്നു കള്ള് ഷാപ്പിൽ. അങ്ങനെ എന്തായാലും കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വാക്കുകളൊക്കെ പറയും. എപ്പിപ്പി എല്ലി കല്ല് പറഞ്ഞ പോലെ എപ്പിപ്പി എല്ലി ആപ്പിൾ പറയോ അങ്ങനെയൊക്കെ. ABCDEFG ABCDEFG. മൈക്ക് തന്നിട്ട് വർത്താനം പറയാൻ അറിയാത്ത ചെക്ക് എന്തെന്ന് പറയുന്നിട്ട് മൈക്ക് കൊടുത്തിട്ട് വായ തുറന്നിരിക്കാം. പറയേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. പറയാൻ മാട്ടെ. ഞങ്ങൾ നിർത്താട്ടാ, അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം. അങ്ങനെ ടാറ്റ ബൈ ബൈ വേണമെങ്കിൽ പറഞ്ഞോ. അതെങ്കിലും പറയടോ. ഇറങ്ങി ഓടാനല്ല പറഞ്ഞേ. പറയടോ. നിങ്ങളോട് മിണ്ടൂല, പിണക്കത്തിലാണ്. അടുത്ത വീഡിയോയിൽ പറയാം. ഐസ്ക്രീം കഴിച്ചിട്ടേ ഏമ്പക്കം വന്നു. അപ്പോൾ ടാറ്റ. ക്യാമറയിലേക്ക് നോക്കി ബൈ ബൈ പറയും. ക്യാമറയിലേക്ക് നോക്കൂന്ന് അറിയാമല്ല. അവിടെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും ഞാൻ. ഏതാ ക്യാമറ? മതിലിൻ്റെ അപ്പുറത്താ. എന്താ വിളി ക്യാമറ? നേരെ നോക്കടാ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ.